സുപ്രസിദ്ധ മോഷ്ടാവ് ബാറ്ററി നവാസ് പിടിയിലായി. തിരുവനന്തപുരം പാറശാല പോലീസാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തുടനീളം വിവിധ സ്റ്റേഷനുകളിലായി 60 കേസുകളിൽ പ്രതിയാണ് നവാസ്. കഴിഞ്ഞ 4-ാം തീയതി പുലർച്ചെ ചെങ്കൽ പഞ്ചായത്തിലെ 2 വീടുകളിൽ നിന്ന് 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും പണവും ഫോണുകളും കവർന്ന കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നേമം സ്വദേശിയായ ബാറ്ററി നവാസ് എന്ന് വിളിക്കുന്ന നവാസാണ് പിടിയിലായത്. ചെങ്കൽ വട്ടവിളക്കടുത്ത ഈഴക്കോണം അഞ്ജനയിൽ വിപിൻകുമാറിന്റെയും 5 കിലോമീറ്റർ അകലെ തോട്ടിൻകര പെരിഞ്ചേരി വീട്ടിൽ അനിൽകുമാറിന്റെയും വീടുകളിൽ നിന്നായി 30 ലക്ഷം രൂപയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കവർന്നത്. സ്കൂട്ടറിലെത്തിയ പ്രതികൾ മുൻവശത്തെ കതക് പൊളിച്ചാണ് അകത്ത് കയറിയത്. ഇതുതന്നെയാണ് പ്രതികളുടെ സ്ഥിരം രീതി. സ്വന്തം ബൈക്കിൽ നമ്പർ പ്ലേറ്റുകൾ മാറ്റിവെച്ച ശേഷം പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാഥമിക പരിശോധന. തുടർന്ന് പൂട്ടുകൾ തകർത്ത് അകത്ത് കയറുന്ന നവാസും സംഘവും തെളിവുകൾ അവശേഷിപ്പിക്കാതെ മോഷണം നടത്തി കടന്നു കളയും. വിപിൻകുമാറിന് 18 ലക്ഷത്തിന്റെയും അനിൽകുമാറിന് 12 ലക്ഷത്തിന്റെയും നഷ്ടമാണ് സംഭവിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ പള്ളിച്ചൽ ഭഗവതിനട ശിവാലയക്കോണം പുത്തൻവീട്ടിൽ അനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായ പ്രതി അനിൽകുമാറിനെതിരെ പോക്സോ ഉൾപ്പെടെ 6 കേസുകളുണ്ട്. വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷ്ടിച്ചാണ് നവാസിന്റെ മോഷണ തുടക്കം. വീടുകൾ വാടകയ്ക്കെടുത്ത് താമസം മാറുന്നതും മൊബൈൽ കോളുകൾ ഉപയോഗിക്കാതെ വാട്സപ്പ് കോളുകൾ മാത്രം ഉപയോഗിക്കുന്നതും പ്രതിയിലേക്കെത്താൻ പോലീസിന് ബുദ്ധിമുട്ടുകളായി. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് നവാസിനെ പിടികൂടിയത്. പ്രതിയിൽ നിന്നും സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ വസ്തുക്കളും മോഷണം നടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവൻ വളരെ വിദഗ്ധമായിട്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത്. ഇവൻ ഗ്ലൗസ് ഉപയോഗിച്ചാണ് എല്ലാ വീടുകളും കുത്തിപ്പൊളിക്കുന്നത്. കൂടാതെ ഇവന്റെ ജയിലിൽ വെച്ചുള്ള കുറെ പരിചയങ്ങളാണ് ഇവന്റെ സുഹൃത്തുക്കളായിട്ട് അവൻ കൂടെ കൂട്ടുന്നത്. അവരിൽ കൂടെയാണ് ഇവൻ ഈ പരിപാടികൾ നടത്തുന്നത്. ചെങ്കലിൽ നടന്ന മോഷണത്തിന് ശേഷവും ഇവർ ജില്ലയ്ക്കകത്തും പുറത്തുമായി മറ്റു ചില മോഷണങ്ങൾ നടത്തിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.